നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും NHSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ NHSലെ കെയറർ വേക്കൻസിയെ കുറിച്ച് കുറച്ചധികം വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നമ്മളൊന്ന് പറഞ്ഞിരുന്നത് NHSൽ ഇപ്പോൾ ബാൻഡ് 3 കെയർ വർക്കേഴ്സിനെ എടുക്കുന്നുണ്ട്, അവർക്ക് അവർ സ്പോൺസർഷിപ്പ് കൊടുക്കുകയും വിസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, UK ഉള്ളവർക്കാണ് ഇപ്പോൾ അവരെടുക്കുന്നത്, വിദേശ രാജ്യങ്ങളിൽ അവരെടുത്ത് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം പേര് നമ്മുടെ വീഡിയോസിന് കമന്റ്സ് ഇട്ടിരുന്നു. UK NHS കെയറർമാർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുകയില്ല, വിസ കൊടുക്കുകയില്ലെന്ന് 100% ഉറപ്പോടെ കുറച്ചധികം പേര് അവിടെ കമന്റ് ഇട്ടിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് COSകളാണ്. COS എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പുകൾ. ഇവിടെ UK പല NHS ഹോസ്പിറ്റലുകളിൽ നിന്നും കെയർ വർക്കറായിട്ട് ജോലി കിട്ടിയവരുടെ സ്പോൺസർഷിപ്പ് ലെറ്ററുകളാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു പ്രൂഫിന് വേണ്ടിയാണ്. കുറച്ചധികം NHSകളുടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഇപ്പോൾ ഡെർബിഷെയർ ഹെൽത്ത് കെയർ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു സ്പോൺസർഷിപ്പ് ലെറ്ററാണ്. നിങ്ങൾക്കറിയാമല്ലോ, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നതാണത്. രണ്ടാമത്തത് നോർത്ത് ബ്രിസ്റ്റോൾ NHS ട്രസ്റ്റും. ഇവിടെയും ഇപ്പോൾ ഒരുപാട് പേരെ സപ്പോർട്ട് വർക്കറായിട്ട് അവരെടുത്തിട്ടുണ്ട്. UK ഉള്ളവരെയാണ് അവരെടുക്കുന്നത്. മൂന്നാമത് ഇപ്പോൾ കാണിക്കുന്നത് കെറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റലാണ്. അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഒരുപാട് പേരെ ഇപ്പോൾ സപ്പോർട്ട് വർക്കറായിട്ട് എടുത്തിട്ടുണ്ട്. നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയും ഇല്ലാത്തവരെയൊക്കെ അവരെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗ്രേറ്റ് മാഞ്ചസ്റ്റർ മെൻ്റൽ ഹെൽത്ത് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്കൊരു പ്രൂഫിന് വേണ്ടി ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ COS ഡയറക്റ്റ് കിട്ടിയവരുടേതാണ്, ഒരു ഏജൻസും ഇല്ലാതാണ് അവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ എല്ലാം അവരെടുക്കുന്നത് സപ്പോർട്ട് വർക്കറായിട്ടാണ്. 6141 ആണ് ജോബ് കോഡ്. ഇത് ബാൻഡ് 3 ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇനി NHS എന്താണെന്ന് നമുക്ക് നോക്കാം. UK ഏറ്റവും വലിയ എംപ്ലോയർ ആണ് NHS എന്നുള്ളത്. UK മാത്രമല്ല, യൂറോപ്പിലെയും ഏറ്റവും വലിയ എംപ്ലോയർ ആണ്. ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് NHS. ഇവിടുത്തെ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് NHS പ്രവർത്തിക്കുന്നത്. UK ഏകദേശം 257 ട്രസ്റ്റുകളാണ് NHSന് ഉള്ളത്. ഈ ട്രസ്റ്റുകളുടെ കീഴിലായിട്ട് ഏകദേശം 1257ഓളം ഹോസ്പിറ്റലുകളാണ് അവർക്ക് ഉള്ളത്. UK ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും തന്നെ അവർക്ക് ഹോസ്പിറ്റലുകളുണ്ട്. ഇത്രയും ഹോസ്പിറ്റലുകളിലൂടെ വർക്ക് ചെയ്യുന്നത് ഏകദേശം 11 ലക്ഷത്തോളം ആൾക്കാരാണ് NHSൽ വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൻഡ് 2ൽ നിന്നാണ്. ബാൻഡ് 2വിന്റെ സാലറി ഇപ്പോൾ ഏകദേശം 22,300 പൗണ്ട് അടുപ്പിച്ചാണ്. 37 മണിക്കൂർ കോൺട്രാക്റ്റിനാണ് ഇത്രയും സാലറി കിട്ടുന്നത്. പിന്നെ അവരുടെ ബാൻഡ് കൂടുന്നതനുസരിച്ച് അവർക്ക് സാലറി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നേഴ്സായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർ ബാൻഡ് 4ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിൻ നമ്പർ കിട്ടുമ്പോൾ ബാൻഡ് 5 ആയിട്ട് മാറും. ഇപ്പോൾ UK NHSകൾ ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് ബാൻഡ് 3 തൊട്ടുള്ള പൊസിഷനാണ്. ബാൻഡ് 3 തൊട്ടുള്ള പൊസിഷൻ അവർ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവർ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ UK ഇപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് UK 6 months എബോ കെയർ ഹോമിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കെയർ വർക്കറായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏജൻസി വഴിയും ഡയറക്റ്റുമായിട്ടൊക്കെ UK എത്തിയ ഒരുപാട് പേരാണ് അവരുടെ നഴ്സിംഗ് ഹോമുകളിൽ നിന്ന് NHSലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടലി ഫ്രീ ആണ്. 1 രൂപ പോലും നമ്മൾ NHSന് കൊടുക്കേണ്ട. അവർ COS തരും. നമ്മൾ വിസ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനുള്ള ഫീസ് മാത്രം ചെലവാക്കിയാൽ മതി. അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേരാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം നമുക്ക് നല്ലൊരു അവസരമാണിത്. UK എത്തി എല്ലാവരും തന്നെ ഇതിനു വേണ്ടി ട്രൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഇവിടെ ഇപ്പോൾ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ 6 മാസം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ NHSലേക്ക് മാറാവുന്നതാണ്. അന്നേരം ഞാൻ എപ്പോഴും പറയുന്ന പോലെ NHSലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടെ പിൻ നമ്പർ ലഭിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കാരണം നിങ്ങൾക്ക് അവിടെ നല്ലപോലെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവർ റെഫറൻസ് തരും. അതുവഴി പിൻ നമ്പർ കിട്ടും. നിങ്ങൾക്ക് അവിടെ തന്നെ ബാൻഡ് 3ൽ നിന്ന് ഡയറക്റ്റ് ബാൻഡ് 5ലോട്ട് മാറാം. അതായത് 24,000 പൗണ്ട് സാലറിയിൽ നിന്ന് ഏകദേശം 28,000 പൗണ്ട് സാലറിയിലേക്ക് ഒരൊറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മറ്റ് ടെൻഷനുകളൊന്നും വേണ്ട. വിസ പോകുന്ന ടെൻഷൻ വേണ്ട. അതുപോലെ നിങ്ങൾക്ക് സിക്ക് ലീവ് വിളിക്കാം. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് NHSന് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ NHSന്റെ വേക്കൻസിയെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, മിക്ക NHSകളും ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. പക്ഷെ അവരുടെ വേക്കൻസികൾ പബ്ലിഷ് ചെയ്ത് 2 വീക്ക് കൊണ്ട് അത് ക്ലോസ് ചെയ്യും. ഈ 2 വീക്കിനുള്ളിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും തന്നെ അവർ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. ഒരുമാതിരി പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അവർ COS കൊടുക്കാൻ റെഡിയാണ്. അന്നേരം നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ COS അവർ ജസ്റ്റ് ഹെൽത്ത് കെയർ സെക്ടറിൽ മാത്രമുള്ളവർക്കല്ല കൊടുക്കുന്നത്. അഡ്മിൻ സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്, IT സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്, അക്കൗണ്ടിങ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വേക്കൻസികൾക്ക് അവർ, കഴിഞ്ഞ ദിവസം ഞാൻ കേംബ്രിഡ്ജിൽ ഒരു കുട്ടിയെ കണ്ടിരുന്നു. അന്നേരം ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് അതിന് അവിടെ അഡ്മിൻ സെക്ഷനിലാണ് COS കിട്ടിയതെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ റേഡിയോഗ്രാഫറായിട്ടൊക്കെ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. NHSലൊക്കെ ഒരുപാട് വേക്കൻസികൾ. അന്നേരം എങ്ങനെയാണ് NHSൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അന്നേരം നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ സമയം എടുത്ത് അതൊന്ന് കാണുക. എന്നിട്ട് ഓരോ ട്രസ്റ്റിലേക്കും നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊക്കെ അവിടെ ട്രസ്റ്റ് സെലക്ട് ചെയ്യാം, സ്ഥലം സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ജോബ് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് എല്ലാ ദിവസങ്ങളിലും വേക്കൻസി വരുന്നതനുസരിച്ച് എല്ലാ ദിവസവും തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം 11 ലക്ഷത്തോളം സ്റ്റാഫ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് അത്. അവിടെ എപ്പോഴും വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കയറിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷനുകൾ, നിങ്ങൾക്ക് 2-3 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബാൻഡ് 6 ബാൻഡ് 7ലോട്ടൊക്കെ എത്താനുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അന്നേരം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക.
ഇപ്പോൾ ഇവിടുത്തെ NHS ട്രസ്റ്റുകളൊക്കെ ഒരുപാട് ജോബ് ഫെയറുകൾ നടത്തുന്നുണ്ട്. അന്നേരം ആ ജോബ് ഫെയറിലൊക്കെ നിങ്ങളൊന്ന് പങ്കെടുക്കാൻ നോക്കുക. കാരണം ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കുക, കാരണം നമ്മൾ നമ്മുടെ CV അയച്ചു കൊടുക്കുക, അവർ നമ്മളെ ഇൻവിറ്റേഷന് വിളിക്കും. അന്നേരം നമ്മൾ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് അടുത്ത ഇമെയിൽ അയച്ച് ചോദിക്കുക. അന്നേരം അവർ പറയും ഇന്ന ബാൻഡ് ആണെങ്കിൽ സ്പോൺസർഷിപ്പ് കാണും, ഇന്ന ബാൻഡിന് സ്പോൺസർഷിപ്പ് ഇല്ല എന്ന് പറയും. അന്നേരം നമ്മൾ ആ സ്പോൺസർഷിപ്പ് ഇല്ലാത്തതാണെങ്കിൽ നമ്മളത് പോകാതിരുന്നാൽ മതി. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക, സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ചോദിക്കുക, അതുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുക. ഇതിപ്പോൾ അടുത്ത ഒരു റിക്രൂട്ട്മെൻറ്റ് ഈവൻറ്റിനെ കുറിച്ചാണ്. മാഞ്ചസ്റ്റർ ഹോസ്പിറ്റലിൻ്റെതാണ്. അവിടെ ഒരുപാട് വേക്കൻസികളാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അന്നേരം അത് നെക്സ്റ്റ് മന്താണ്, ജൂൺ 13 അവരത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അന്നേരം 10 മണി തൊട്ട് 2 മണി വരെയാണ്. ഡയറക്റ്റ് ഇൻ്റർവ്യൂസാണ്. അന്നേരം നിങ്ങൾ കഴിയുന്ന എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുക. അത് ഡയറക്റ്റ് അവർ നമുക്ക് ആദ്യം അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അന്നേരം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് പോയി അപ്പോയിൻമെൻറ്റ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് COS കിട്ടിയാൽ അത്രയും നല്ലതാണ്. അതിന് മുമ്പ് നമുക്ക് ഇമെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ് ഏതൊക്കെ ബാൻഡിന് COS കിട്ടുമെന്നുള്ളത്. അന്നേരം നിങ്ങളെല്ലാം ഇതുപോലുള്ളതെല്ലാം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ചധികം പേർക്ക് അത് കിട്ടിയിട്ടുണ്ട് COS. അന്നേരം നിങ്ങൾ വെക്കെ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ട്രസ്റ്റുകളിൽ നിന്ന് കിട്ടിയ COS ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ആഴ്ചകളിൽ കുറച്ചധികം ഇന്റർവ്യൂസ് വരുന്നുണ്ട്. അന്നേരം അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. വോക്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ പോവുക, നിങ്ങളുടെ CV ആയിട്ട് പോവുക. അതിന് മുമ്പ് അവർ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ പോകാൻ. അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഇന്റർവ്യൂ നടത്തി നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു COS തരും. അതുകൂടാതെ നിങ്ങളെ പാർട്ട്നേഴ്സ് ഇപ്പോൾ UK യിലുണ്ട്, അവർക്ക് ജോലി ഇല്ലെങ്കിൽ അവരുടെ അടുത്തും പറയുക NHSകളിലേക്ക് അപ്ലൈ ചെയ്യാൻ. കെയർ വേക്കൻസിക്ക് മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത്, അവിടെയുള്ള മറ്റ് എല്ലാ വേക്കൻസികൾക്കും അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇപ്പോൾ IT സെക്ഷനിലാണെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ അവസരം ലഭിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ UK യിലെത്തിയ പലരും അവർ NHSലൊന്നും നോക്കാറ് പോലുമില്ല ജോബ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. അന്നേരം മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ അവസരങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ UK യിൽ നിങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്രൈറ്റീരിയ അങ്ങനെ ഒന്നും കാണിക്കേണ്ട NHSലേക്ക് വിസ മാറുന്നതിന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടിക്ക് ഇന്റർവ്യൂ കിട്ടിയിരുന്നു. അന്നേരം ഞാൻ സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഒരു വലുതായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല, നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ജനറൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. അതിന് നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയായിരുന്നു. അന്നേരം അതിന് COS കൊടുത്തു. അന്നേരം അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് 2 റെഫറൻസ് ആയിരിക്കും. ആ റെഫറൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഇവിടെയുള്ള മിക്ക കമ്പനികളും നമുക്ക് റെഫറൻസ് തരും. അവർക്ക് റെഫറൻസ് തരാതിരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും കമ്പനികൾ നിങ്ങൾക്ക് ഇപ്പോൾ NHSലോട്ട് മാറാൻ റെഫറൻസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട ഹെൽപ്പ് നമുക്ക് തരാൻ പറ്റുന്നതാണ്. ഇവിടെ നിയമപരമായിട്ട് നമ്മളൊക്കെ റെഫറൻസ് തരാതിരിക്കാൻ ഒരു കമ്പനിക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഫറൻസിനെ ഓർത്ത് പേടിക്കേണ്ട. പലരും പറയുന്നു റെഫറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മാറാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാറാവുന്നതാണ്. നിങ്ങൾ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എംപ്ലോയറുടെ അടുത്തായാലും നിങ്ങളുടെ ഓഫർ ലെറ്റർ നോക്കി അതിൻ്റെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ട് NHSലോട്ട് മാറാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളിലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.